തോൽക്കാൻ പഠിക്കാം എന്നതാവട്ടെ നമ്മുടെ ക്യാപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നത്. അതെ അതെ തോൽക്കാൻ പഠിക്കാം. നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ആളുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ചില ആളുകൾ നമുക്ക് കാണാൻ പറ്റും തോൽവി ഒരു ചെറിയ രൂപത്തിൽ വരുമ്പോഴേക്കും പാടെ നിരാശരടഞ്ഞ് അതെ ജീവിതം എന്നേക്കും ഇനി അവസാനിച്ചു എന്ന് പരിതപിക്കുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ. എന്നാൽ അതിൻ്റെ നേരെ ഒരു എതിർഭാഗത്ത് മറുഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, തോൽവി എത്ര വലിയ തോൽവിയാണെങ്കിലും ശരി അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് വിജയിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മലയാളികൾ സാധാരണ പറയാറുണ്ട് എന്ത്, തോൽവി എന്നത് അഥവാ പരാജയങ്ങൾ എന്നത് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഇതെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അതെ അല്ല, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ എന്നോട് പറയും, നമ്മുടെ മക്കളോട് പറയും. പക്ഷെ ഒരു ചെറിയ തോൽവി വരുമ്പോഴേക്കും തളർന്നു പോകും. തളർന്നു പോവുകയാണെന്ന് മാത്രമല്ല, ഈ ചൊല്ലുകളായിട്ട് മാത്രം അതെ അതെ അവിടെ നിൽക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കുട്ടികളുടെ കാര്യത്തിൽ, ഇപ്പോൾ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ, ജനങ്ങളുടെ കാര്യത്തിൽ, ഇപ്പോൾ നമ്മുടെ രാജ്യം ഒരു വലിയ സമരമുറകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലം. അതെ നീറ്റ് പരീക്ഷ നടന്നു. അതിൽ ആദ്യത്തെ പരീക്ഷയിൽ ഒരുപാട് ക്രമക്കേടുകൾ ഉണ്ടായി. അതിൻ്റെ പേരിൽ രണ്ടാമതൊരു എക്സാം നടത്തേണ്ടി വന്നു. 10-20-ലധികം കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതെ ഈ സമയത്തിനടക്ക് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അതെ അതെ ഈ വർഷം പരീക്ഷ ചെയ്ത കുട്ടികളാണ്. അതെ അതെ ഒന്ന്, അവർ പ്രതീക്ഷിച്ച പെർഫോമൻസ് അവർക്ക് പരീക്ഷയിൽ നടത്താൻ സാധിച്ചില്ല. പിന്നെ ചില ആളുകൾ ഇനിയൊരു പരീക്ഷ എഴുതിയാൽ മുമ്പ് എഴുതിയ ആ ഒരു പരീക്ഷേൻ്റെ ഒരു ബൂസ്റ്റിംഗ് എനിക്ക് കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ എഴുതണില്ല എന്ന് തീരുമാനിച്ച് ആത്മഹത്യ ചെയ്ത ആൾക്കാർ. അതുപോലെ തന്നെ ഒരുപാട് വാർത്തകൾ ജീവിതത്തിൽ ചെറിയ ഒരു കടം കയറിയപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു ആളെക്കുറിച്ച് പിന്നെ കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് വലിയ വാർത്തയായിരുന്നു. അയാൾക്ക് ഇത്ര ഒരു കടം ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെല്ലാവരും സഹായിക്കുമായിരുന്നല്ലോ എന്നുള്ളതാണ്. അപ്പോൾ പരാജയങ്ങൾ വരുമ്പോഴേക്കും ആകെ ഈ ഒരു രൂപത്തിലേക്ക് എത്തുന്ന കാഴ്ചകൾ അപൂർവമാണെങ്കിൽ നമ്മൾ കാണുന്നു. അപൂർവമാണെങ്കിലും ഇത് സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാകുമ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുകയും നമ്മുടെ മക്കൾക്കൊക്കെ പരാജയപ്പെടാനും അതാ തോൽക്കാനും അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പ്രത്യേകിച്ച് നമുക്ക് ആദ്യം ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഒന്നാമത്തെ പോയിന്റ്. തോൽക്കാൻ പഠിക്കണം. അതെ അതെ